ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിച്ചു ഓഫീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോട്ടയം മലരിക്കൽ ആമ്പൽ പാടം കാണാൻ വേണ്ടി പോയി. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യും. അങ്ങോട്ട് ഇറങ്ങും, അപ്പോൾ തന്നെ പോവും. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ സെന്നാൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ റെഡിയായി നിൽക്കണം, നമ്മളിപ്പോൾ നമ്മൾ പോണേന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് കണ്ടുപോലും അറിഞ്ഞിട്ടില്ല. നമ്മളൊന്ന് 10 മിനിറ്റിൽ റെഡിയായി നിന്ന് നമ്മൾ പോയതാണ്. നമ്മൾ പ്രതീക്ഷിച്ച് മഴ ഉണ്ടാവുമെന്ന്, പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല. അവിടെ നിറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു വീട്ടുകളിലൊക്കെ. പിന്നെ അവിടെ ചെന്നെത്തിയപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ, കാരണം അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലീൻ്റെ കൂടെ പോകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അടിപൊളി വൈബും വരാൻ പോണത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്. ലൈക്ക് നമ്മൾ ഇതിനു മുന്നേ ഇതേപോലെ ആമ്പൽ പൂത്ത് നിൽക്കണ കാണാനോ അല്ലെങ്കിൽ വഞ്ചിയിൽ കയറിയിട്ട് ഇതേപോലെ ആമ്പലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോണ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പോണത്. നമ്മളപ്പോൾ ആദ്യം വഞ്ചിയിൽ കയറാൻ പോയപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ ദീദിയാണ് ആദ്യം ധൈര്യത്തോടെ പോയി കയറിയത്. ഇതേ നടുക്കന്നിരിക്കണം അമ്മ. മുഫിദ പിടി പിടി, വീഡിയോ ആണ്. അയ്യോ Allah. വഞ്ചി ഒന്ന് ചെറുതായിട്ട് ആടി, അപ്പം തന്നെ നമ്മളെല്ലാവരും ഒച്ച എടുക്കലായിരുന്നു. അതാണ് നമ്മളെ പണി. പിന്നെ നമ്മൾ ടിപ്പിക്കൽ മലയാളി സ്വഭാവം എടുത്ത് അവിടെ നമ്മളെല്ലാവരെയും ഇത് ചീത്ത പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ അമ്പല് പൊട്ടിച്ചുകൊണ്ട് പോയാൽ നമ്മളെന്ത് കാണാനാണ് ഇതാക്കാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് വഞ്ചി കയറി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇതായി, ആമ്പൽ പൊട്ടിക്കണം, ആമ്പൽ വേണം എന്ന്. ആ ചേട്ടൻ ആദ്യം കുറച്ച് ഇത് പറഞ്ഞു, കാരണം പൊട്ടിക്കല്ലേന്ന് പറഞ്ഞു. കാരണം നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ അവിടെ നിന്ന് ബ്രാഞ്ച് വിട്ടുപോയിട്ട് നമുക്ക് പൂ മാത്രമാണ് വന്നത്. നമുക്ക് ആ ബ്രാഞ്ചേപ്പടി വേണമായിരുന്നു. അതിന് പിന്നെ പഠിച്ച് ബ്രാഞ്ചേപ്പടി വലിക്കാൻ പഠിച്ച് നമുക്കധികം കിട്ടിയില്ല. കാരണം എന്ത് ചെയ്യുക, അറ്റത്തായിരുന്നു. ചിലതൊക്കെ അങ്ങോട്ട് കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതാക്കി പഴിക്കാനും പറ്റൂല. വഞ്ചി അപ്പോൾ തന്നെ ആടാൻ തുടങ്ങും. നമ്മൾ എന്നിട്ട് അത് വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. അതിൻ്റെ നടുക്കെത്തിയപ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. വെള്ളത്തിൽ ഇപ്പോഴും ഇങ്ങോട്ട് വിട്ടേ, അതിൽ കാണൂല.
പിന്നെ ഇതിൽ മെയിനായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ എല്ലാവരെയും കിട്ടണില്ല. ഇപ്പോൾ ഒരാളുടെ തല കിട്ടിയാൽ മറ്റേ ആളുടെ തല പോവും, അതേപോലെ മറ്റേ ആളുടെ തല കിട്ടിയാൽ ഇപ്പുറത്തെ ആളുടെ തല പോവും. അങ്ങനെ ഓരോ ആൾക്കാരുടെയും തല കിട്ടാത്തൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 വഞ്ചിയൊക്കെ അടുപ്പിച്ചിട്ടിട്ട് അവരെ കൊണ്ടാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒക്കെ എടുപ്പിച്ചത്. നമ്മൾ എന്നിട്ട് അവിടെ കൊണ്ടാണ് ഫോട്ടോ എടുപ്പിച്ചത്. എന്നിട്ട് നമുക്കധികം കിട്ടിയില്ല നല്ലതൊന്നും. എന്നാലും കിട്ടി, നല്ലത് കുറേ കിട്ടി. നമ്മൾ തിരിച്ച് കയറിയപ്പോൾ നല്ലോണം കിട്ടി. നമുക്ക് ആകെ കുറച്ച് 1-2 നല്ല ആമ്പൽ നമുക്ക് കിട്ടിയുള്ളൂ. അതെ, അടിപൊളിയായിരുന്നു. നമ്മൾ മാത്രമല്ല കുറേ പേരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആകെ അരമണിക്കൂറാണ് പോകാമെന്ന് പറഞ്ഞത് അവിടെ ചുറ്റും കറങ്ങി കാണിക്കാൻ. പക്ഷെ നമ്മൾ 20 മിനിറ്റ് കൊണ്ടുപോയി ആ ചേട്ടൻ നമ്മളെ പറ്റിച്ചത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് കുറച്ച് അത്യാവശ്യത്തിനുള്ള അമ്പലം കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് പിന്നെയും കിട്ടിയത്. പിന്നെ തിരിച്ച് കയറാനായിരുന്നു രസം. തിരിച്ച് കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് കരയിലേക്ക് കാല് കുത്തുമ്പോൾ അപ്പം രക്ഷപ്പെട്ടെന്നുള്ളൊരു രീതിയായിരുന്നു നമുക്ക് എല്ലാവർക്കും. സെന്നാൻറ്റി ആദ്യം രക്ഷപ്പെട്ട്, അത് കഴിഞ്ഞപ്പോൾ ആലിയ, പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ദീദി രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം നമുക്ക് പേടിയാണ്, വെള്ളം ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ടൈമാണ് വഞ്ചിയിലും. നമുക്കിങ്ങനെ വഞ്ചിയിൽ പോയൊന്നും കയറിയും ശീലമൊന്നുമില്ല. ഇല്ല ദീദി ആമ്പല് മണമുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അറ്റത്തേക്ക് നടന്നപ്പോൾ തോട്ടിലെ വെള്ളം റോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് നടന്നത് തോട്ടിലെ എനിക്ക് അങ്ങോട്ടേക്ക് പോയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം വെള്ളം ഇങ്ങോട്ടേക്ക് കയറണം. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുക്കണ പോലെ കാണിച്ചു. ഇപ്പം കേട്ട പാട്ടിലെ ലിറിക്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. കാരണം നമ്മൾ ലിറിക്സ് ഒന്നും നോക്കാണ്ട് വൈബ് നോക്കി മാത്രം പാടിയ പാട്ടാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായുള്ള വീഡിയോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.